യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത വാർത്തയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അമിതമായ പ്രാധാന്യം കൊടുത്താണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ അത്തരത്തിൽ രാത്രിയിൽ ഒരു അറസ്റ്റ് നടന്നിട്ടില്ല എന്ന് തോന്നും ഈ പല വാർത്തകളും കാണുമ്പോൾ. ഇത്തരത്തിൽ അറസ്റ്റ് ഭരിച്ച രണ്ടു പേർ അവരുടെ അനുഭവം വിവരിക്കുകയാണ്. അതിലൊന്ന് MP AM ആരിഫും മറ്റൊന്ന് കോന്നി MLA KU ജനീഷ് കുമാറുമാണ്. നമുക്ക് ആദ്യം AM ആരിഫ് MPയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ SFIയുടെ നേതാവായിരുന്നു SN കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. എന്നെയും എൻ്റെ സഹോദരനെയും രാത്രി 2:30 മണിക്ക് ചേർത്തല പോലീസ് ക്വാർട്ടർ സമീപമുള്ള ഞങ്ങളുടെ വാടക വീട് വളഞ്ഞ് ഉമ്മയുടെയും വാപ്പയുടെയും അനിയന്റെയും മുന്നിലിട്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത്. ഞങ്ങളുമായി യാതൊരുവിധ വിദൂര ബന്ധം പോലും ഇല്ലാത്ത ഒരു കേസിന്റെ പേരിലാണ് കൊച്ചു വെളുപ്പാങ്കാലത്ത് വീട് വളഞ്ഞ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത്. ഏതോ ഒരു KSകാരനെ ബസ്സിൽ കയറി മർദ്ദിച്ചത് ഞങ്ങളാണെന്ന ന്യായം പറഞ്ഞാണ് ഇത് ചെയ്തത്. സംഭവം നടക്കുമ്പോൾ സംഭവ പരിസരത്ത് പോലും ഞങ്ങൾ ആരും തന്നെ ഇല്ലായിരുന്നു. ഇത്തരം ഒരു സംഭവം നടന്നു എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. എന്നിട്ടും ഞങ്ങളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ചേർത്തല സ്റ്റേഷനിൽ വെക്കുകയും പിറ്റേ ദിവസം വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. ഞാൻ ജില്ലാ കൗൺസിൽ മെമ്പർ ആയിരിക്കുമ്പോഴാണ് വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് ഒരാഴ്ചക്കാലം ജയിലിൽ അടച്ചത്. ഞാൻ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് മുത്തങ്ങ സമരത്തെ തുടർന്ന് അതിഭീകരമായ പോലീസ് എന്നെ മർദ്ദിക്കുന്നത്. അന്ന് ആലപ്പുഴയുടെ SP ആയി വിരമിച്ച ശ്രീ VC തോമൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ തലയ്ക്ക് ലാത്തിയടിയേറ്റ് ഞാൻ മരണപ്പെടുമായിരുന്നു. ഇതൊന്നും ഒരു പത്രങ്ങളും വാർത്തയാക്കുന്നില്ല. കാരണം സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലേ ഇപ്പോൾ വാർത്തയുള്ളൂ. അതുപോലെ തന്നെ പരസ്യ ഏജൻസികളെ നിയോഗിച്ച് ഇതെല്ലാം വാർത്തയാക്കണം. UDFന്റെ ഗവൺമെന്റ് ആണ് ഇതൊക്കെ ചെയ്തിരുന്നതെങ്കിൽ അതിനെല്ലാം ഒരു ന്യായീകരണം ഉണ്ടാകും. ഇടതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിൽ ഇത്തരം വിഷയങ്ങളെല്ലാം ഗവൺമെന്റിനെതിരെയുള്ള ആയുധങ്ങളാണ്. അന്ന് ഗവൺമെന്റ് UDF ആയതുകൊണ്ടും സ്പോൺസർമാരില്ലാത്തതുകൊണ്ടും വാർത്തകൾ വന്നില്ല. ഇപ്പോഴും എത്രയോ യുവജന നേതാക്കന്മാരും വിദ്യാർത്ഥി നേതാക്കളും നിരവധി ദിവസങ്ങൾ ഭീകരമായി പോലീസ് മർദ്ദനത്തിന് ഇരയായി ജയിലിൽ പോയിട്ടുണ്ട്. അതൊന്നും ഒരു ചരമക്കോളത്തിൽ പോലും വാർത്തയാക്കാൻ ആരുമില്ല. സ്പോൺസർമാരുടെ വിജയം എന്നല്ലാതെ എന്തു പറയാനെന്നാണ് ആരിഫ് MP ചോദിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ പോലും ഇത്തരത്തിൽ രാത്രിയിൽ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. തന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അന്ന് ഇതൊന്നും വാർത്തയാക്കാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. ഇത് സ്പോൺസർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതൊന്നും വാർത്തയാക്കാനോ ചരമക്കോളത്തിൽ പോലും ഒരു വാർത്ത കൊടുക്കാൻ പോലും തയ്യാറാകാത്തത് എന്ന് പറയുമ്പോൾ എത്രത്തോളം അന്നത്തെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള സമരങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രത്തോളം നമസ്കരിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ. സമാനമായ ഒരു പോസ്റ്റാണ് KU ജനീഷ് കുമാർ MLAയും എഴുതിയിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം 2 ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ചിത്രത്തിൽ ആദ്യമുള്ളത് ഇന്നത്തെ വ്യവസായ നിയമവകുപ്പ് മന്ത്രി സഖാവ് P രാജീവാണ്. അർദ്ധരാത്രിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തെ വലിച്ചിഴിച്ചു കൊണ്ടുപോയത് തീവ്രവാദി ആയതിനല്ല. ചിത്രത്തിൽ രണ്ടാമതുള്ളത് ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി അംഗവും മുൻ MPയുമായ സഖാവ് PK ബിജുവാണ്. SFI സംസ്ഥാന പ്രസിഡന്റായിരിക്കെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിൽ കയ്യിൽ വിലങ്ങണിയിച്ചാണ് സഖാവിനെ കോടതിയിൽ ഹാജരാക്കിയത്. സഖാവ് PK ബിജുവും തീവ്രവാദി ആയിരുന്നില്ല. തങ്ങൾ അധികാരത്തിലെത്തിയ കാലത്തൊക്കെ തന്നെ യുവജന വിദ്യാർത്ഥി സമരങ്ങളെ നിർദ്ദയം അടിച്ചൊതുക്കിയ ചരിത്രമാണ് കോൺഗ്രസിനും അവർ നേതൃത്വം നൽകിയ സർക്കാരുകൾക്കുമുള്ളത്. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ സമരക്കാരെ വെടിവെച്ചു കൊന്നത് കൂത്തുപറമ്പിലാണ്. 5 രക്തസാക്ഷികളെ സൃഷ്ടിച്ചവരാണ് അന്നത്തെ കോൺഗ്രസ്സുകാർ. സഖാവ് പുഷ്പൻ ഉൾപ്പെടെ ആയിരങ്ങളും ഇവിടെ മരിക്കാതെ ജീവിക്കുന്നുണ്ട്. രാജൻ എന്ന വിദ്യാർത്ഥിയെ കൊന്നതും അയാളുടെ ഓർമ്മകളെ പോലും കുഴിച്ചു മൂടിയതും ഈശ്വര വാര്യർ എന്ന പിതാവിന്റെ എക്കാലത്തെയും കണ്ണുനീരിന്റെ ഉത്തരവാദിത്വവും അക്കാലത്തെ കോൺഗ്രസിനാണ്. നിർമ്മൽ മാധവ് എന്ന നൊട്ടോറിയസ് ക്രിമിനലിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത് ഉമ്മൻചാണ്ടിയുടെ പോലീസാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത യുവജന വിദ്യാർത്ഥി സമരങ്ങളെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിട്ടവരാണ് ഇന്നിവിടെ വിലപിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമങ്ങൾ കണ്ണീരൊഴുക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ച് എന്ന പേരിൽ പട്ടാപ്പകൽ തലസ്ഥാനത്ത് കലാപം അഴിച്ചുവിട്ടതിനാണ് ഇപ്പോഴത്തെ കേസ്. നിരവധി പോലീസ് വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പോലീസുകാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പോലീസ് വാഹനം ആക്രമിച്ച് കസ്റ്റഡിയിലുള്ള പ്രതികളെ മോചിപ്പിച്ചിട്ടുമുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നടപടികൾ ഉണ്ടാകും. യൂത്ത് കോൺഗ്രസിന്റെ കുണുവാവുകൾക്ക് മാത്രമായി ഇവിടെ നിയമ സംവിധാനത്തിൽ ഒരു ഇളവുമില്ല. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും രക്തം കൊണ്ട് അഭിഷേകം നടത്തിയിരുന്ന കോൺഗ്രസ് ബിംബങ്ങളെ ഇന്ന് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ചമയുന്നതും ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ അവർക്ക് ചൂട്ടുവീശുന്നത് കാണുമ്പോഴും സഹതാപം മാത്രമാണ് തോന്നുന്നത് എന്നാണ് KU ജനീഷ് കുമാർ എഴുതിയിരിക്കുന്നത്. അതായത് സമരങ്ങൾ നടക്കും. ആ സമരങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, നിയമ നടപടികൾ എന്തായാലും ഉണ്ടാകും. അതൊക്കെ നേരിട്ടവരാണ് ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഇരുന്ന ആളുകളൊക്കെ തന്നെ.
പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം എന്തിനാണ് ഇപ്പോൾ ഒരു പ്രത്യേക പരിഗണന മാധ്യമങ്ങൾ നൽകുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇത് പട്ടാപ്പകൽ നടന്ന ഒരു സമരം കൂടിയാണ്, പട്ടാപ്പകൽ നടന്ന ഒരു ആക്രമണം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ ആക്രമിക്കുക, ഒപ്പം അവരുടെ സാധനങ്ങൾ നശിപ്പിക്കുക തുടങ്ങിയ മറ്റ് പ്രവണതകളും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കൂട്ടുകാരുടെയും ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ കുണുവാവയാകുന്നവർക്ക് ഈ പോലീസിന്റെ അറസ്റ്റ് ഇല്ലെങ്കിൽ മറ്റ് സംഭവ നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലം ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്നാണ് KU ജനീഷ് കുമാറും പറയുന്നത്. മാത്രമല്ല, കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ എത്രത്തോളമാണ് അവർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആക്രമണങ്ങൾക്ക് നിർദ്ദേശം നൽകിയതും മേൽനോട്ടം വഹിച്ചതും എന്നുള്ള കാര്യവും എണ്ണി പറയുകയാണ് AM ആരിഫ് MPയും ഒപ്പം തന്നെ KU ജനീഷ് കുമാർ MLAയും. ഇരുവരുടെയും അനുഭവ സംഭവത്തിൽ വെച്ച് പോലീസ് എത്രത്തോളം അവരോട് മൃഗീയമായി പെരുമാറിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുകയാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള കുണുവാവുകളെ യൂത്ത് കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന നിയമമൊന്നും ഇവിടെ ഇല്ലെന്നും ഇതൊക്കെ നിയമ നടപടിയുടെ ഭാഗമായിട്ടാണ് കാണേണ്ടതെന്നുമാണ് ജനീഷ് കുമാറും AM ആരിഫും പറയുന്നത്.